കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുഞ്ഞിന്റെ അച്ഛനെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. സെക്യൂരിറ്റി ജീവനക്കാർ നിർദ്ദേശിച്ച ആംബുലൻസിൽ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറാകാത്തതിനാൽ മർദ്ദിച്ചെന്നാണ് ആരോപണം. സെക്യൂരിറ്റി ജീവനക്കാർ നിർദ്ദേശിച്ചത് ഉയർന്ന വാടകയുള്ള ആംബുലൻസ് ആണെന്ന് കുടുംബം ആരോപിച്ചു. ആംബുലൻസ് ഡ്രൈവർമാർക്ക് കുടുംബത്തിന്റെ നമ്പർ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ വിശദീകരണം. എസ് രഞ്ജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, എന്താണ് ഈ കുഞ്ഞിന്റെ പിതാവ് ഉന്നയിക്കുന്ന പരാതി? എന്താണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ വിശദീകരണം? ആലപ്പുഴയിൽ നിന്നുള്ള മുഹമ്മദ് റഫീഖ് എന്നയാളെ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചു എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. പ്രസവത്തിനായാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയത്. കഴിഞ്ഞ 14 ദിവസമായി ഇവർ ഇവിടെ കുഞ്ഞുമായി ചികിത്സയിലാണ്. ഈ കുഞ്ഞിനെ മറ്റൊരു ആശുപത്രിയിലേക്ക്, അതായത് തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഡോക്ടർ തന്നെ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നാണ് ഈ കുടുംബം പറയുന്നത്. അതിന് താരതമ്യേന കുറഞ്ഞ തുകയായിരുന്നു. എന്നാൽ സെക്യൂരിറ്റി ജീവനക്കാർ ഉയർന്ന തുകയുള്ള, അതായത് 17,000 രൂപയോളം വരുന്ന തുകയുള്ള ഒരു ആംബുലൻസിൽ കുഞ്ഞിനെ മാറ്റണമെന്ന് സെക്യൂരിറ്റി ജീവനക്കാർ ആവശ്യപ്പെട്ടു. അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ഇവരെ മർദ്ദിച്ചു എന്നതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്ന് നമുക്ക് ആ കുടുംബത്തോട് തന്നെ ചോദിക്കാം. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്നെ ഫോണിൽ 6 പേര് വിളിച്ചു, എല്ലാവരും ആംബുലൻസുകാർ. ഞാൻ ചോദിച്ചു എന്തിനാ വിളിക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു 16,000 രൂപ വരും, ആംബുലൻസ് വരും, ഫുൾ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഡോക്ടറെ എടുക്കുക, നിങ്ങൾ ഡോക്ടറെ തീരുമാനിക്കണം. എന്റെ ഫോൺ കോൾ ലിസ്റ്റ് അടപ്പുണ്ട്, റോഡല്ല സെക്യൂരിറ്റി തീരുമാനം. ഞാൻ 6 നമ്പർ സെക്യൂരിറ്റിയിലെ പെണ്ണുങ്ങൾ വന്നു. ആ ചേച്ചി എന്നെ വിശ്വസിക്കുന്ന ഫ്രാക്കാൻ ചേച്ചി കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ സെക്യൂരിറ്റി സംസാരിക്കാൻ പറഞ്ഞു. ഇവിടെ എന്നെ കയറി ഇടിക്കുമായിരുന്നു. 8 പോസ്റ്റ് ഇട്ടിട്ട് പോലീസുകാരൻ, ആ പാവപ്പെട്ട പുള്ളിയാണ് എന്നെ രക്ഷപ്പെടുത്തുന്ന. പോലീസ് റൂമിൽ പുള്ളിയാണ് വലിച്ചു തരുന്ന, എന്നെ രക്ഷപ്പെടുത്തുന്ന. പുള്ളിയുടെ മുറിക്കറ്റി ഇടിച്ചിട്ട് എന്റെ തലക്ക് ഇത് കണ്ടോ അടിച്ച് എന്റെ ഗുഹ്യസ്ഥാനത്ത് പിടിച്ച് കറക്കി. കാല് ഇത് കണ്ട മുട്ട് വലിച്ചരച്ചു പോയ പൊട്ടിയല്ലോ, ഇവിടുന്ന് വലിച്ചരച്ചു പോയെന്നാ ചോദിച്ചേന്. സാറേ 8,000 രൂപക്ക് ആംബുലൻസ് പറഞ്ഞിട്ട് 16,000 രൂപക്ക് ആംബുലൻസ് കാര്യമുണ്ട്. സെക്യൂരിറ്റിക്ക് 8,000 രൂപ കമ്മീഷൻ. ഫ്രണ്ട്സ് നമ്പർ ആംബുലൻസ് ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചതിൽ ട്രൂ കോൾ ഫ്രണ്ട്സ് നമ്പർ ആംബുലൻസ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഫോൺ കോൾ ലിസ്റ്റ് കാണിച്ചു തരാം. കോൾ ലിസ്റ്റ് ഫ്രണ്ട്സ് ആംബുലൻസ് പെണ്ണ് ഈ ചോദിച്ചതിനാണ് എന്നെ ഇത്രയും മർദ്ദിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അവരാണ് ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കൊച്ചിനെ ഇവിടെ കിടത്തിയേക്കുവാണ്. ഇത്തിരി സീരിയസ് ആയിരുന്നു. രാവിലെ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് സെക്യൂരിറ്റിക്കാരൻ എന്നോട് നമ്പർ ചോദിച്ചു. നമ്പർ ഞാൻ കൊടുത്തു. അപ്പൊ അവരെന്നോട് ഞാൻ ചോദിച്ചു നമ്പർ എന്തോത്തിന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആംബുലൻസ് സജ്ജീകരണം ചെയ്യാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആംബുലൻസ് സജ്ജീകരണം ഡോക്ടർ ചെയ്തിട്ടുണ്ട്, ഇത്ര രൂപയാണ് ഡോക്ടർ തന്നേക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, സെക്യൂരിറ്റിക്കാർ അവർ തന്നെ ആംബുലൻസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. കൊച്ചിന് അത്രയും സീരിയസ് ആ ECG വേരിയേഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അവർ പറഞ്ഞത് അതിനേരം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കണേ. രാവിലെ 8 മണിക്ക് കൊച്ചിനൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. പക്ഷേ ഈ സെക്യൂരിറ്റിക്കാർ സമ്മതിക്കുന്നില്ല, അതിനുള്ള ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ ആംബുലൻസിൽ കൊണ്ട് അവർ 17,000 രൂപ ആംബുലൻസ് പറയുന്നത്. ഡോക്ടർമാർ പറഞ്ഞത് 8,000 രൂപക്ക് ഡോക്ടർ. തീർച്ചയായും ഇവരുടെ ഒരു ആരോപണം ഇതാണ്. ഇവർ മാത്രമല്ല ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് കണ്ടു എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട്. ദൃക്സാക്ഷികളായ നിരവധി ആളുകൾ കൂടിയുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. ശരി രഞ്ജിത്ത്, വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എസ് രഞ്ജിത്താണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവിടെ എത്തിയ രോഗിയുടെ ബന്ധുവിനെ സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി.